കുറച്ച് ദിവസമായല്ലോ അല്ലേ ഇവിടെ പണി തുടങ്ങിയിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് ചേമ്പ് നടുക. ചേമ്പ് ദേ ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ചേമ്പ് മാത്രല്ല, ചേമ്പ്, മഞ്ഞള്, ഇഞ്ചി ഇതൊക്കെ ഇവിടെ നടന്നു പോവാ. അതും അതെ കേട്ടോ, നടന്നുണ്ട്. അപ്പോൾ ഉള്ളതിന് നമ്മൾ മണ്ണൊക്കെ വെട്ടി കറക്റ്റ് ആക്കുന്നുണ്ട്. അല്ലാതെ ഇതേ നടുണ്ട്. നമ്മളിതിപ്പോ പുതിയതായിട്ട് നട്ടതാണ് കേട്ടോ ഇതൊക്കെ. ഇനിയും ഇവിടെ ബാക്കി ഈ സ്ഥലത്തും കൂടെ നമുക്ക് അത് നടണം. അപ്പോൾ നമ്മൾ എല്ലാത്തിനും തടമൊക്കെ എടുത്തു, ഡോളോമേറ്റ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ തെങ്ങ്, കവുങ്ങ്, വാഴയ്ക്ക് മാത്രമല്ല എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സിനും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലാവിനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലാവിന് എന്തിനാണ് ഇട്ട് കൊടുക്കണേന്നും അതെങ്ങനെയാന്നുള്ളതും നമുക്ക് ജസ്റ്റ് കാണാം. അപ്പം അതിനു മുമ്പ് ഇവിടെയൊക്കെ അറിയാലോ എങ്ങനെയാണ് കിടന്നിരുന്നത് എന്നുള്ളതൊക്കെ. അപ്പം നമ്മൾ എല്ലാതും ഒരുവിധം ഇതാക്കിയതേ. ഇത് മാംഗോസ്റ്റിൻ എല്ലാവർക്കും അറിയാലോ അല്ലേ. ഈ മാംഗോസ്റ്റിനും നമ്മൾ ഈ സമയത്ത് തടമൊക്കെ എടുത്ത് ഡോളോമേറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് ചപ്പൊക്കെ വെട്ടി കൊടുക്കണം കേട്ടോ. അത് മറക്കരുത്. ഇപ്പം എല്ലാത്തിനും തടെടുത്തത് ഇതിൻ്റെ അടിയിലൊക്കെ നമ്മൾ ഡോളോമേറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് പുല്ല് ഇട്ടിരിക്കുന്നത്. ഇനി പുല്ലൊന്ന് മാറ്റിയിട്ട് നമ്മൾ വീണ്ടും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം ഇവിടുത്തെ പുല്ലൊക്കെ വെട്ടി കറക്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ കവുങ്ങുകൾ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ വെട്ടി ഇതാക്കിയിട്ടുണ്ട്. ഇനി ആ പോയ സ്ഥലത്ത് നമ്മൾ തെങ്ങ് മാത്രമല്ല കവുങ്ങും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ജാതിക്കും അതേ നമ്മൾ തടമൊക്കെ എടുത്ത് ഡോളോമേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡോളോമേറ്റ് ഇട്ടത് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് കാണാം അല്ലേ. ഇതേ മഞ്ഞൾ, ഇത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് ഇത്. നമ്മള് സാധാ മഞ്ഞളല്ല. കസ്തൂരി മഞ്ഞളും പല രീതിയിലുണ്ട്, പക്ഷെ ഇത് വളരെ വ്യത്യാസമായിട്ടുള്ളതാണ്. പിന്നെ ഇത് കൂവ, ഇത് നമ്മുടെ നല്ല മാവ്, ബഡ് മാവാണ്. അപ്പോൾ അതിനിത് തടെടുത്തു, ഡോളോമേറ്റ് ഇട്ടു. പുല്ല് ഇവിടെ അത്യാവശ്യം പുല്ലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പുല്ലിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കരിയിലയാണെങ്കിൽ കരിയില ഇടാം. അപ്പം അതിട്ടിട്ട് 3-4 ദിവസത്തിന് ശേഷമാണ് നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കുക. അപ്പം അതിന് മാത്രമല്ല, ഇതേ കറിവേപ്പിനാണെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പഴം കണ്ടുവോ? ഈ പഴം ഇത് നോനിപ്പഴം എന്ന് പറയും. സർവ്വരോഗ സംഹാരിയാണ് ഈ നോനിപ്പഴം. എന്നിട്ട് എന്തേ ഇങ്ങനെ കിടക്കണേന്ന് ചോദിക്കും. പക്ഷെ നമ്മളിത് അധികം നമുക്ക് ജ്യൂസ് അടിച്ച് കഴിക്കാൻ വേണ്ടി ഇതിൻ്റെ എന്താ പറയുക, ജ്യൂസ് പോലത്തെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അത് ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് ഒരുവിധം ഉള്ള എല്ലാ പ്രശ്നത്തിനും പരിഹാരം. നമുക്കറിയാം സർവ്വരോഗ സംഹാരിണി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പം ഇതാണ് നോനി ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇത് ഇവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് പഴുത്ത് വീണ് കിടക്കുന്നതാണ്. അപ്പം അതൊക്കെ നമ്മളിത് അതിനും അത് ഇപ്പോൾ തടമൊക്കെ എടുത്തു. അതിൻ്റെ വലിയ കൊമ്പുകളൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാത്തിനും നമ്മളിപ്പോൾ ഡോളോമേറ്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. എല്ലാത്തിനും കണ്ടു. ഇതേപോലെ നമ്മൾ എല്ലാത്തിനും തടെടുത്ത് ഡോളോമേറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ കരിയിലയോ അല്ലെങ്കിൽ പുല്ലോ ഇടും. അതിനുശേഷം വളങ്ങൾ ഇടും നമ്മൾ. ഇവിടെ മഞ്ഞള് ആക്കിയിട്ടുണ്ട്. അപ്പം ഇത് കണ്ടുവോ? ഇപ്പൊ എല്ലാവരും ചോദിക്കും എന്തിനാണ് ഇപ്പൊ ഈ പ്ലാവിനൊക്കെ നമ്മളിങ്ങനെ ഡോളോമേറ്റ് കൊടുക്കണമെന്ന് അല്ലേ. ഇപ്പൊ ചക്ക ഉണ്ടാവണം. അപ്പൊ ഈ ചക്ക ഏതാണെന്ന് പറയാട്ടോ. ഇതൊരു അപൂർവ ചക്കയാണ്, അടിപൊളിയാണ്, ഇപ്പോഴും ഉണ്ട് ഇതില്. ഇതാണ് താമരച്ചക്ക എന്ന് പറയുന്നത്. കണ്ടോ, ഇപ്പോഴും ഉണ്ട് താമരച്ചക്ക. അപ്പോ ഈ ചക്ക ഇപ്പൊ ചെറുതാണ്. അപ്പൊ വലിയ ചക്കയാവാനും അതുപോലെ തന്നെ ഇത് വാടി വീഴാതിരിക്കുക. അതുപോലെ ചക്ക പഴുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉള്ളില് കറുപ്പ് കളർ എന്നിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ചക്ക ഉണ്ടായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാതിരിക്കണേക്കാളും നല്ലതാണ് ഇപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് തടെടുത്ത് അതിൽ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കുക, എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കുക. വേറെ ഒരു വളം കൊടുത്തില്ലെങ്കിലും ഡോളോമേറ്റും എപ്സം സോൾട്ടും നിർബന്ധമായിട്ട് പ്ലാവിന് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ വലിയ ചക്കകൾ ഉണ്ടാവും. ചക്കയൊന്നും കൊഴിഞ്ഞു പോവില്ല, വിണ്ട് കയറില്ല. മാത്രമല്ല ചക്ക കട്ട് ചെയ്യണ സമയത്ത്, ഇപ്പൊ പഴുത്തതാണെങ്കിലും കറിക്കാണെങ്കിലും നമ്മൾ കട്ട് ചെയ്യണ സമയത്ത് അതിൻ്റെ ഉള്ളിലൊന്നും
കറുത്ത കളർ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മൾ എപ്പോഴും ഇതിന് ഈ ഒരു സമയത്ത് ഡോളോമേറ്റ് ഇടുക. 4-5 ദിവസത്തിന് ശേഷം എപ്സം സോൾട്ട് കൊടുക്കുക. വളങ്ങൾ കൊടുത്താൽ നല്ലതാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയാണ് എടുത്തേക്കണേന്നും ആക്കിയേക്കണേന്നും മനസ്സിലായല്ലോ അല്ലേ. അപ്പം ഇത് പ്ലാവിന്റെ ചോട്. ഈ പ്ലാവിന്റെ ചോട്ടിൽ നിന്ന് 1, 2, 3, 4 കണ്ടു 5, 4 അല്ലെങ്കിൽ 5 ചാണ അകലെ നമ്മുടെ കൈ വെച്ച് 4 അല്ലെങ്കിൽ 5 ചാണ്. ഞാനിപ്പോ 5 ചാണ് അകലെയാണ്. എൻ്റെ കൈ കുഞ്ഞായത് കൊണ്ട് 5 ചാണ്. വലിയ കൈയുള്ളവർക്ക് 4 ചാണ് മതി കേട്ടോ. അപ്പൊ 4 അല്ലെങ്കിൽ 5 ചാണ അകലെ നമ്മൾ മണ്ണ് ചുറ്റുവിടണം. ചുറ്റും ഡോളോമേറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 3-4 ദിവസത്തിന് ശേഷം നമ്മൾ എപ്സം സോൾട്ട് ഇടും, കുറച്ച് വളം ഇടും, എന്നിട്ട് മൂടും. അപ്പൊ ഈ ഒരു ചക്കയല്ലാതെ കണ്ടോ, ഈ ഒരു സമയത്തും ധാരാളമായിട്ട് വിയറ്റ്നാം സൂപ്പർ ഏർലി പ്ലാവ് കാഴ്ച നിൽക്കുന്നത്. ഇത് മാത്രമല്ല, നിലത്ത് മുട്ടിയിട്ട് കിടക്കുന്നത് കണ്ടോ. നല്ല ടേസ്റ്റുള്ള നല്ല ചക്കയാണ്. നിലത്ത് ഇങ്ങനെ കിടക്കുകയാണ് ഇവര്. ഇനി ഇതൊന്ന് മൂത്തിട്ട് ഇത് വെട്ടി മാറ്റും. ഇപ്പൊ 2 ദിവസത്തിനുള്ളിൽ നമ്മളിത് പറിച്ചെടുക്കും. പറിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഇത് ഇതേപോലെ തന്നെ നമ്മൾ തടക്കിട്ട് ഡോളോമേറ്റും സോൾട്ടും വളമൊക്കെ ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് ഇതേപോലെ ചുവട്ടിന്ന് തന്നെ ഇവിടെയൊക്കെ നിറച്ച് ചക്ക ഉണ്ടായിരുന്നു. ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പൊ ചുവട്ടിന്ന് തന്നെ നമുക്ക് ധാരാളമായിട്ട് ചക്ക കിട്ടും. അവിടെയുണ്ട്, മേലെയുണ്ട്, ഒരുപാട് പറിച്ചെടുത്തതാണ്. മുകളിൽ കണ്ടു ഇപ്പോഴും ഉണ്ട്. ഇപ്പം ചക്കയുടെ സീസൺ കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും അതിൽ ചക്കയുണ്ട്. അതുപോലെ തന്നെ കുരുമുളകും ഇതിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ കുരുമുളകിനുള്ള വളമായി പ്ലാവിനുള്ളതുമായി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് തടമൊക്കെ എടുത്ത് വളമൊക്കെ ഇട്ട് കറക്റ്റ് ആക്കണം കേട്ടോ. എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സിനും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ വേറെ വല്ല പാഴ്ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ അതുമേ കുരുമുളക് വള്ളി പടർത്തേണ്ടത് നല്ലതാണ്. ഇതുമേ കണ്ടു ധാരാളം കുരുമുളക് വള്ളി പടർത്തിയിട്ടുണ്ട്. അത് അത്യാവശ്യം ഉപകാരമില്ലാത്ത ഒരു ചെടിയാണ്, പക്ഷെ അതുമേ ധാരാളമായിട്ട് കുരുമുളക് ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് സ്ഥലമുള്ളവർക്ക് ഇതേപോലെയൊക്കെ ചെയ്യാൻ വളരെ നല്ലതാണ് കേട്ടോ. ഇത് നാരകം. ഇത് നമുക്ക് ഒന്ന് പ്രൂൺ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വടിയൊക്കെ ഒന്ന് കുത്തി കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് കൊടുത്ത് ഇപ്പോൾ തടെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പിട്ട് കൊടുക്കാത്ത എന്താ വെച്ചാൽ ഇതിനൊന്ന് കറക്റ്റ് ആക്കണം. ഒന്നെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് പിടിച്ച് വടി കുത്തി കൊടുക്കാം. ചെറുതായിട്ട് കമ്പ് കോതി ഇതിന് സാഫൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യണം. എന്നിട്ട് വേണം നമുക്കിതിന് വളപ്രയോഗം നടത്താനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പിന്നെ ചെയ്തിട്ടുണ്ട്. കരിമ്പ് അവിടെ ഉണ്ട് കേട്ടോ. കരിമ്പ് കണ്ടിട്ടില്ല അല്ല, കരിമ്പ് കാണിച്ചു തരാം. കരിമ്പ് കൃഷിയുണ്ട് ഇവിടെ. ഇനി നാളെ നമ്മൾ എല്ലാത്തിനും വളം ഇടും. ഇപ്പോൾ ഡോളോമേറ്റ് ഇട്ടിട്ട് 3-4 ദിവസമായല്ലോ. ഇനി നാളെ നമ്മൾ വളമൊക്കെ ഇടും. പിന്നെ ഇന്ന് ഡോളോമേറ്റ് ഇട്ടതിന് 3-4 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ തെങ്ങിൻ്റെ കുഴി എടുക്കുന്നത്, കവുങ്ങിൻ്റെ കുഴി എടുക്കുന്നത്, വാഴ വയ്ക്കുന്നുണ്ട് അതിൻ്റെ കുഴിയൊക്കെ. അത് നമുക്ക് എത്ര അകലത്തിൽ എത്ര ആഴത്തിൽ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.